അവനെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കും. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം വരും. അത് ഇപ്പോൾ തന്നെ മാറുന്നു. എന്തെന്നാൽ പിതാവിന് തന്നെ ജീവനുള്ള പ്രകാരം പുത്രൻ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാവും. സ്വർഗ്ഗലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടി, തിന്മ ചെയ്തവർ ധർമ്മവിധിക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ. വാങ്ങിപ്പോയവരെ സ്വർഗീയാരാധനയിൽ നമ്മോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വെളിവ് നിറഞ്ഞൊരു ഈശോ എന്ന കാലത്തിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള നവോഭാഗവും യാത്രാമൊഴി ആരാധനയിലേക്കുള്ള പ്രവേശനവുമാണ്. ആ ഗാനം നമുക്ക് ഒരുമിച്ചിട്ടല്ല ദേവിച്ചായന് യാത്രാമൊഴി. കർത്താവേ നിൻ സീതത്തോട് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ മുൻ വികാരി ബദിനി സന്യാസ സമൂഹത്തിലെ ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനുമായ വന്യ തോമസ് OIC റമ്പാച്ചൻ, ബദിനിയിലെ വൈദിക ശ്രേഷ്ഠൻ, സീതത്തോടിടവയെ മുൻകാലങ്ങളിൽ വികാരിമാരായി കാലാകാലങ്ങളിൽ നയിച്ച പ്രിയപ്പെട്ട അച്ഛന്മാർ, വാഴക്കുന്നത്ത് കുടുംബത്തിലെ പ്രിയപ്പെട്ട ജോൺ മാത്യു അച്ഛൻ, സ്റ്റാൻലി അച്ഛൻ, പ്രിയപ്പെട്ട ഇടവകയുടെ വികാരി എലി അച്ഛൻ, വന്ധ്യാർന്ന വൈദിക ശ്രേഷ്ഠർ, വാഴക്കുന്നത്ത് കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, സീതത്തോട് ഇടവകയിലെ മറ്റ് സഹോദരി ഇടവകളിൽ നോക്കി വന്നിട്ടുള്ള വിശ്വാസികൾ, ദേവിച്ചായനെ അറിഞ്ഞും സ്നേഹിച്ചും ദേവിച്ചായന് പ്രിയപ്പെട്ട ഒത്തിരി അയൽക്കാരും സ്നേഹിതരും ഒക്കെ ആയിട്ടുള്ളവർ എല്ലാവർക്കും ജീവൻ നൽകുന്ന ജീവിപ്പിക്കുന്ന ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇത്രയധികം ആളുകളുടെ പ്രാർത്ഥനകളും സ്നേഹവും ഏറ്റുവാങ്ങിയ ഒരു പിതാവ് തൻ്റെ 93-ാം വയസ്സിൽ വാഴക്കുന്നത്ത് കുടുംബത്തോടും സീതത്തോട് സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയോടും സീതത്തോട് ദേശത്തോടും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദേവിച്ചാൻ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു നല്ല ആശംസയാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം പരിശുദ്ധ മാമോദീസായി നാം എല്ലാവരും ആഗ്രഹിക്കുന്ന തുടക്കം. പരിശുദ്ധ മാമോദീസ കഴിയുമ്പോൾ കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്നു, സ്വർഗത്തെ നോക്കി ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘത്തിലെ അംഗങ്ങളാണ് നമ്മളെങ്കിലും. എന്താണ് ലക്ഷ്യം? ക്രിസ്തുവിനോടുകൂടി ചേരുക. ആദ്യത്തെ പള്ളി കല്ലുട്ടി
ഡാനിയൽ മാർട്ടിൻസ് തിരുമേനിയുടെ അനുവാദത്തോടെ. പിന്നീട് ദീർഘകാലം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ബഥനിയിലെ ബഹുമാനപ്പെട്ട അന്ത്രയോസ് അച്ഛൻ സഹോദരനാണ് ബേച്ചാൻ. ബേച്ചാൻ ഒരു ബിൽഡറായിരുന്നു. എനിക്ക് ബേച്ചാനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഇങ്ങനെയാണ്. ഒരു നിർമ്മിക്കുന്നതാണ് ബിൽഡർ. എങ്ങനെയെന്ന് വെച്ചാൽ അന്ന് വളരെ കാടും മേലുമാണ്, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ച് ഇവിടം തെളിച്ച് ഒക്കെ വെച്ച പള്ളി ആദ്യത്തെ. എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർക്കറിയാം. അന്ന് ഈ പള്ളി പണിക്ക് പൈസ ഉണ്ടാവും. അന്ത്രയോസ് അച്ഛൻ വളരെ സാധുവായ ഒരു സന്യാസി ഇവിടേക്ക് കടന്നു വന്ന് പൈസ ഉണ്ടാക്കിയതിൽ ഒരു പിതാവിനെ ഓർക്കാൻ ജീവിച്ചിരിപ്പുണ്ട്. വാഴയിൽ ആശാൻ 101 വയസ്സ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പരിചമുട്ട് കളിക്കും. പരിചമുട്ട് കളിച്ച് പള്ളി നിർമ്മിക്കുന്നതിന്, ഈ ഭാഗത്ത് പള്ളി നിർമ്മിക്കുന്നതിന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേബിച്ചായ നാടകം കളിക്കുമായിരുന്നു. നാടകം ഞാൻ മനസ്സിലാക്കിയിരുന്നു. നാടകം കളിച്ച് പള്ളി പണിക്ക് വേണ്ടി പണം ഉണ്ടാക്കുമായിരുന്നു. ഇതെല്ലാം അന്ത്രയോസ് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോകും. അപ്പം അച്ഛനോട് ചേർന്ന് പള്ളി വയ്ക്കുവാൻ കഷ്ടപ്പെട്ടവരിൽ ഒരാളാണ് ബേബിച്ചാൻ. വാഴയിലാശാനുണ്ട്. ഞാൻ ആരുടെയും വീട്ടുപേര് പറയുന്നില്ല, ഒത്തിരി വീടുകളുണ്ട്. ഇത് രണ്ടുപേരുടെ പേര് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നിൽക്കുന്നില്ല. സിദ്ധത്തോട് പള്ളി വേദനകളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ പടുത്തുയർത്തുക. ഇളയ സഹോദരൻ ഇന്ന് സിദ്ധത്തോട്ടിൽ ജീവിച്ചിരിക്കുന്നവരിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ വാഴയിലാശാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള. അതെ, അങ്ങനെ ആ തലമുറ നമ്മളോട് വിട പറയുക. ബേബിച്ചാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പരിശുദ്ധ കുർബാന, രോഗികളുടെ തൈലാഭിഷേകം. 2ആഴ്ച മുമ്പ് ഞാൻ തോമസ് റമ്പാച്ചനും വയ്യാതായിരിക്കുന്ന വർഗീസ് അച്ഛൻ വയ്യാതിയൊന്നുമില്ല ഇവിടെ കയറി വന്നു. 18 വർഷം സ്ത്രീത്വത്തോടെ ഇടവകയുടെ വികാരിയായിരുന്ന വർഗീസ് അച്ഛൻ ബലഹീനായ ഞങ്ങളുടെ കൂടെ ഇവിടെ കയറി വന്ന് മുഴുവൻ സമയം കുർബാനയിൽ പങ്കെടുത്ത് കുർബാനയെ കുറിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനയും സ്നേഹവും അറിയിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ബേബിച്ചാനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റി. അന്ന് പിറ്റേ ദിവസം പ്രിയപ്പെട്ട എബി അച്ഛൻ വിശുദ്ധ കുർബാന തൈലാഭിഷേകം നടത്തി വിശുദ്ധ കുർബാനയും കൊടുത്തു. 6 മക്കൾ, 2 ആൺമക്കളും 4 പെൺമക്കളും. അതിൽ മൂത്ത മകൻ ജോയി വരാൻ പറ്റിയില്ല. ഇളയ മകൻ രാജു ബദനിയിലെ ഒരംഗമെന്ന് വേണേൽ പറയാം. ഞാൻ ബദനിയിൽ സാധുവായിട്ട് ചേരുമ്പോൾ രാജു കുഞ്ഞായിട്ട് ബദനി വരുമായിരുന്നു, താമസിക്കുമായിരുന്നു. അതേ സൈമൺ. അങ്ങനെ എല്ലാവരും ഈ പിതാവിന് ആരും ശത്രുക്കളില്ല. ഇൻസ്പെക്ടറായിട്ടുമുണ്ട്, ഇല്ല ഹെഡ് മാസ്റ്ററായിട്ട് തീർക്കാറ്. ആത്മീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ. എന്തുകൊണ്ടെന്നറിയാമോ? വീട്ടിൽ വാഴക്കുന്നത് കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്ന ആ തറവാട് കുടുംബത്തിലെ ആ പ്രാർത്ഥനയും ആരാധനയും കുമ്പിട്ട് നമസ്കരിക്കുന്ന അനുഭവവും നമസ്കാരങ്ങൾ കൃത്യമായിട്ട് നടത്തുന്ന വീടായി. ഇന്ന് നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ ശബ്ദം കുറയുന്നു. നമുക്ക് ചിന്തിക്കാൻ ഒരവസരം കൂടിയാണ്. ഒരു പ്രാർത്ഥനാ മനുഷ്യന് എന്ന് ഞാൻ പറയുമ്പോൾ ഒട്ടും അതിശക്തിയില്ല. ഒരു കാര്യം നന്ദിയോടെ ഓർക്കുന്നു. ബേബിച്ചാനെ ശുശ്രൂഷിച്ച ഇളയ മകളുടെ മകൻ എൽജു, ആ പേര് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ആ കുഞ്ഞിനെ ബേബിച്ചാൻ കൊച്ചു ഞങ്ങൾ കയ്യിലെടുത്ത് താലോലിച്ച് വളർത്തിയത് ഞാൻ കാണുമ്പോൾ, 2 ആഴ്ച മുമ്പ് വീട്ടിൽ വന്ന് കാണുമ്പോൾ ബേബിച്ചാനെ ഈ കുഞ്ഞ് എൽജോ കയ്യിലെടുത്ത് കട്ടിലെ കടത്തിലെ ഒക്കെ ചെയ്യും. വലിയൊരു അനുഗ്രഹം. മക്കൾക്ക് വേണ്ടി കൊച്ചുമകൻ അതെല്ലാം നന്ദിയോടെ ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖിക്കാൻ നിരാശയുടെ ആവശ്യം, പ്രത്യാശ ബേബിച്ചാൻ പോകുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടിയായിരിക്കും. കുടുംബാംഗങ്ങൾ ഇത്രയും ഓർത്താണ്. യോബിൻ്റെ പ്രാർത്ഥനയുണ്ട്. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുകയാണ്. ഈ പിതാവിനെ കുടുംബത്തിനായി ദൈവം തന്നു, ദൈവം എടുത്തു.
അവിടെ പ്രത്യാശ മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടെ ദേവിച്ചാനെ യാത്ര അയക്കാം. ബദനി സമൂഹത്തിന് വേണ്ടി, ബദനി ആശ്രമത്തിന് വേണ്ടി, ബദനി മഠം കോൺവെന്റ് സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മലങ്കര സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന് വേണ്ടി വൈദികരും ജനങ്ങളുമായ തുമ്പവൻ ഭദ്രാസനം ആദ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ നിലയ്ക്കൽ ഭദ്രാസന ഇടവമക്കളുടെ ജോഷമ്മ മിക്കുതുമസ് തിരുമേനിന് വേണ്ടി എല്ലാറ്റിനും ഉപരി ഞാൻ അംഗമായിരിക്കുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസിൽ പരിശുദ്ധ ബാബ തിരുമേനിക്ക് വേണ്ടി യാത്രാമൊഴി, സ്നേഹത്തിൻ്റെ മൊഴി, പ്രാർത്ഥന നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് പരിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരിച്ച് വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളിച്ചെയ്ത പ്രകാരം കർത്താവേ തിരുവിഷ്ണം അവിടുത്തെ ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു.
ജീവനുള്ള സർവ്വമായി ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും ചെയ്യാവുന്നു. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഐശ്വര്യപൂർണമായ തന്നെ സ്ത്രീ ഉണ്ടാകണമെന്ന്